മകളെ, വിവിധങ്ങളായ രാജ്യങ്ങളിലും വിവിധങ്ങളായ കുടുംബങ്ങളിലും വീടുകളിലും വാഹനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായും സംഘാതമായി കേട്ടുകൊണ്ടിരിക്കുന്ന ജെറൂസലേം പ്രയർ ലൈൻ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയ നിങ്ങളെ ഓരോരുത്തരെയും ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ തകർന്നവനാണോ? നീ തളർന്നവനാണോ? ഉത്ഥാനം ചെയ്ത യേശു നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞുപോയോ? എല്ലാ വാതായനങ്ങളും പൂട്ടപ്പെട്ടോ? ഉത്ഥാനം ചെയ്ത യേശു നിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഇതാ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 15:17. യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. മകളെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂലക്കല്ല്. വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ യേശുവിൻ്റെ ഉയർപ്പാണ്. അത് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളാണ്. അതുകൊണ്ട് ഇതിനെ തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് തിരുസഭ വിശേഷിപ്പിക്കുന്നത്. യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു തിരുനാളാണ് ഉയർപ്പിൻ്റെ തിരുനാൾ. മുന്നിലുള്ള സ്വപ്നക്കല്ലുകൾ മുഴുവൻ തകർന്നു വീഴുമ്പോഴും നിരാശപ്പെടരുത്. പ്രകാശം പ്രതീക്ഷിക്കാത്ത സമയത്ത് അണഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിലെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്ന തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. അതുകൊണ്ട് ഈശോയെ സ്നേഹിച്ചും ഈശോയിൽ ആശ്രയിച്ചും ഈശോയെ മഹത്വപ്പെടുത്തിയും ജീവിക്കാനുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് ഉയർപ്പ് തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഉത്ഥാനം ചെയ്ത യേശു ഇതാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. തളരരുത്, കരുത്താർജിക്കുക എന്ന് ഈശോ നമ്മോട് പറയുന്നു. നമ്മെ അനുഗ്രഹിക്കാൻ മാത്രമാണ് ഇപ്പോൾ അവിടുന്ന് കരമുയർത്തി നിന്റെ വീടിൻ്റെ മുൻവശത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുമായി സമ്പർക്കത്തിൽ കഴിയുന്ന എല്ലാവർക്കും ഉയർപ്പിൻ്റെ തിരുനാൾ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മകളെ, ഇതാ യേശു നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഉത്ഥാനം ചെയ്ത യേശു നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിന്റെ കണ്ണീര് തുടയ്ക്കാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥന ലിങ്ക് ഷെയർ ചെയ്യുന്ന എത്തിച്ചേരുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.